വി ആർ ന്യൂ കാസൽ യുണൈറ്റഡ് എന്ന് പറയുന്ന ആമസോൺ പ്രൈമിന്റെ പുതിയൊരു ഡോക്യുമെന്ററി റിലീസ് ആയിട്ടുണ്ട്. ആൻഡ് ആ എപ്പിസോഡ്സ് ആയിട്ടാണ് ഇറക്കുന്നത്, സീസൺ വൈസ് ആണ്. സോ സീസൺ 1 എപ്പിസോഡ് 1 മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. സോ ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് കാണിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ കാസൽ യുണൈറ്റഡിന്റെ പുതിയ ഓണർഷിപ്പ് ചേഞ്ചിന് ശേഷം അവിടെ തൊട്ടുള്ള ഒരു കാര്യങ്ങളാണ്. സോ എങ്ങനെയാണ് അവർ ആ ഓണർഷിപ്പ് അതിൽ തുടങ്ങാനായിട്ട്, അതായത് ആ ഒരു ന്യൂ കാസൽ ഫുട്ബോൾ ക്ലബ്ബ് ഏറ്റെടുക്കാനായിട്ട് തീരുമാനിച്ചെന്നുള്ള രീതിക്ക് അവിടെ തൊട്ടിട്ടാണ് തുടങ്ങുന്നത്. കംപ്ലീറ്റ്ലി തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോണത്. ഇതിന്റെ അകത്ത് അവരുടെ ഓണേഴ്സ് സംസാരിക്കുന്നുണ്ട്, എസ്പെഷ്യലി PIF-ന്റെ, അതായത് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, സൗദി സോവേജിന്റെ ഗവർണറായിട്ടുള്ള യാസിർ അൽ റുമയ്യൻ, അതോടൊപ്പം തന്നെ ന്യൂ കാസലിലെ മറ്റു 2 ഓണേഴ്സ് ആയിട്ടുള്ള ജെയ്മി റൂബൻ, അതുപോലെ തന്നെ അമാൻഡ സ്റ്റീവ്ലി, അവരൊക്കെ സംസാരിക്കുന്നുണ്ട് ത്രൂ ഔട്ട് ആയിട്ട്. ആൻഡ് അവരൊക്കെ എങ്ങനത്തെ റോളാണ് ക്ലബിൽ നയിക്കണത്, ആൻഡ് ഒരു ക്ലബിന്റെ ഇൻസൈഡ് വ്യൂവിലേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. ആൻഡ് കുറെ, അതായത് ട്രാൻസ്ഫർ ഡിസ്കഷൻസ് നടക്കണത്, അതോടൊപ്പം തന്നെ ആ പ്ലേയേഴ്സിന് അവരുടെ ബോർഡ് റൂം മീറ്റിംഗ്സ് നടക്കണതിന്റെ അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇന്റേണൽ ഡിസ്കഷൻസ്, ടീം ടോക്സ്, അതിന്റെ അകത്തേക്കൊക്കെ ഉള്ള വീഡിയോസ്, അവിടെയൊക്കെ നടക്കുന്നത് എല്ലാ വീഡിയോസും ഇതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇത് കൊണ്ടൊന്ന് നിർത്തിയേക്കണ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റിലാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ ലൈക്ക് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് ഫുൾ ത്രൂ ഔട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോണത്. നമുക്ക് എവിടെയും എനിക്ക് കണ്ടതിന് ഒരു ഇതും ലാഗോ അതേപോലെ തന്നെ നമുക്കൊരു മൊമെന്റം ഡിപ്പ് ചെയ്യണ ഫീലിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കാണുക അത്യാവശ്യം. കാരണം ഒരു ഫുട്ബോൾ ടീമിന്റെ അകത്തേക്ക് പോയിട്ട് ലൈക്ക് ഇന്റേണലി എന്തൊക്കെയാണ് സംഭവിക്കണം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു എത്തിനോട്ടം പോലെ തന്നെ. ഞാനത് കണ്ട സമയത്ത് മറ്റ് ക്ലബ്ബുകളൊക്കെ വർക്ക് ചെയ്യണത് ഇതേപോലെയൊക്കെ കാണിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെയൊക്കെ നമുക്ക് ആ ഒരു ക്ലബിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റിയേനെ, അവരുടെ ഓണേഴ്സിനെ പറ്റി അറിയാൻ പറ്റിയേനെ, എങ്ങനെയാണ് ഇന്റേണൽ സ്ട്രക്ചർ നടക്കണം എന്നുള്ള അറിയാൻ പറ്റിയേനെ. ഇപ്പൊ ഈ റീസെന്റ് നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ ആലോചിക്കും, അങ്ങനെയാണെങ്കിൽ ചെൽസിയാ, ഇപ്പൊ ലിവർപൂളാ, മാഞ്ചസ്റ്റർ സിറ്റിയാ ഒക്കെ ഇവരുടെ ഒരു ഇന്റേണൽ സ്ട്രക്ചേഴ്സിന്റെ സംഭവം, അതായത് ആ ഒരു കാരണം ആന്റണി ഗോർഡന്റെ ട്രാൻസ്ഫർ സംഭവിക്കുന്നതിനെ പറ്റിയിട്ട് ഈ ന്യൂ കാസലിൽ ഇതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട് എടുത്തിട്ട്, എങ്ങനെയാണ് അവർ ആ ഒരു ഗോർഡനെ സൈൻ ചെയ്യാനായിട്ട് ആ ഇന്റേണൽ ഡിസ്കഷൻസ്, ഫിനാൻഷ്യൽ ഫെയർ പ്ലേയുടെ റിഗാർഡിംഗ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ ചെൽസിയും അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളൊക്കെ അവരുടെ ഡിസ്കഷൻസ് ഇതേപോലത്തെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇറക്കി അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് ഇന്റേണലി നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഓക്കെ ഡിസ്കഷൻസ് നടക്കണ്ടെന്നല്ലേ, അതിന്റെ പിന്നിൽ എന്തൊക്കെ നടക്കണം നമ്മൾ അറിയാറില്ല. ഇത് ജസ്റ്റ് ഒരു സ്നീക്ക് പീക്ക് പോലെ ചെറിയ രീതിക്ക് മാത്രം കാണുന്നുള്ളൂ. സോ ഇതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടതിന് ശേഷം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.